സാന്ദർഭികമായ വിഷയങ്ങളാണ് ഖുതുബയിൽ പറയാറുള്ളത്. ഇന്നും ചൂട് കാഠിന്യമായപ്പോൾ അതിനെക്കുറിച്ചാണ് ഖുതുബ ഞാൻ ഓതിയിട്ടുള്ളത്. ഇത് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കൽ നമുക്ക് അത്യാവശ്യമാണ്. ഞാൻ ഖുതുബയിൽ ഉദ്ധരിച്ച എല്ലാം ഖുർആന്റെ ആയത്തും ഹദീസുകളും മാത്രമാണ്. എൻ്റെ ഒരു ഗവേഷണം അതിൽ പറഞ്ഞിട്ടേ ഇല്ല. എന്താണ് മഴ കിട്ടാത്തത്, എന്താണ് ഇത്ര കാഠിന്യമുള്ള ചൂട്? അതിന് രണ്ട് ഭാഗം നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ഇതേപോലത്തെ ഒരു ചൂടുള്ള സമയത്ത് മഹാനരായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പള്ളി കയറിയിട്ട് സൂറത്ത് യാസീൻ അതിരാവിലെ ഓതുകയായിരുന്നു. ഓതുന്ന സമയത്ത് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വ മുബീൻ എന്ന ആയത്ത് കണ്ടതോടുകൂടി പൊട്ടിക്കരഞ്ഞ് ബോധം കെട്ട് വീണു ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം എന്താണ്? ഈ ചൂട് അവരെ ആ ചൂടിലേക്കാണ് കൊണ്ടുപോയത്. ഇതാണ് ഈ ചൂട് വിശ്വാസികൾക്ക്, വിശിഷ്യ മുത്തഖീങ്ങൾക്ക് വഅളാണ്, മൗഇളത്തുൽ ലിൽ മുത്തഖീൻ. അതാണ് അല്ലാഹു തആല വെറുതെ നമ്മളെ ചൂടാക്കൂല. ഇതൊരു പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ക്ലൈമറ്റ് പ്രഭാഷണം എന്ന് ആണെങ്കിൽ തൽക്കാലം പറയാം, അന്തരീക്ഷത്തിന്റെ ഒരു പ്രഭാഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഇസ്തിഖാമത്തിന്റെ പൊസിഷനിൽ നിന്ന് മാറിയപ്പോൾ പടച്ചവനവന്റെ രീതിക്ക് മാറ്റം വരുത്തി. ഇന്നും പാർലമെന്റിലെ തൂണിൽ വെണ്ടക്കാക്ഷരത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരായത്തുണ്ട്. പാർലമെന്റിൽ എംപിമാരോട് ചോദിച്ചാൽ മതി ഇതുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇന്നുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലക്ക് മീതെ ഈ ആയത്തുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഈ ആയത്ത് വായിച്ച MP എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കലാ പണി. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. പടച്ചവൻ അവന്റെ നിലപാട് മാറ്റുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മളടുത്ത് എന്തോ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് അല്ലാഹു തആല ചൂടൊന്ന് കനപ്പിക്കും, വെള്ളം കൊണ്ട് അപകടം ഉണ്ടാക്കും, കാറ്റുകൊണ്ട് അപകടം ഉണ്ടാക്കും. കാറ്റ്, വെള്ളം, വായു, ചൂട് ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന് അത്യാവശ്യമായ ഘടകങ്ങളാണ്. പക്ഷെ അത് മനുഷ്യ ജീവിതത്തിന് അപകടമായി, ഹാനികരമായി അള്ളാഹു ചെയ്യും. നമ്മൾ അള്ളാഹു ഏൽപ്പിച്ച തിണ്ണയിൽ നിന്ന്, ട്രാക്കിൽ നിന്ന് നമ്മൾ മാറിയാൽ ഖുർആൻ അത് കൃത്യമായും വ്യക്തമായും പറഞ്ഞതാണ്. സത്യത്തിൽ ഇന്ന് ഈ ചൂട് കൂടാനുള്ള കാരണം എനിക്ക് ഒരു സംശയമില്ല, ഞാനുങ്ങളോ ഞാൻ എന്നാണ്ട് മാറ്റുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ആദ്യം പ്രതിപട്ടികയിൽ ഞാനങ്ങ് കയറാം. ഞാനുങ്ങളും തന്നെയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. പലിശ വർദ്ധിച്ചപ്പോ, സെക്സ് വർദ്ധിച്ചപ്പോ, ലഹരി വർദ്ധിച്ചപ്പോ, അകൽച്ച വർദ്ധിച്ചപ്പോ, സംഘട്ടനം വർദ്ധിച്ചപ്പോ, സക്കാത്ത് കൊടുക്കാതിരുന്നപ്പോ അതിനായിട്ട് ഹദീസുണ്ട്. ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച 4019 നമ്പർ ഹദീസ്. ഇതൊക്കെ ലൈവ് പോകണ്ടെന്ന് എനിക്കറിയാം. ശാസ്ത്രമുള്ള ആളുകൾ, ഹദീസൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ്. ഇന്നൊന്ന് രണ്ട് മേട്ടം മേടിയെ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഞാൻ രാവിലെ തന്നെ ഇവിടെ തഫ്സീർ എടുക്കണമെന്ന് എനിക്ക് വലിയ സന്തോഷമാണ്. പഠന ബോധത്തിൽ മിടുക്കരായ ഒരുപാട് പഠിതാക്കളുണ്ട്, ദൂരേന്ന് വരുന്ന ആളുകളുണ്ട്. മിനിഞ്ഞാന്നൊരു സുഹൃത്ത് ഒരു ആയത്തിന്റെ തഫ്സീർ അറിഞ്ഞപ്പോ മൊബൈൽ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഈ ആയത്തിന് നിങ്ങളാ പറഞ്ഞ അർത്ഥമല്ലല്ലോ ഇതിലുള്ളത്. അപ്പൊ എനിക്ക് സന്തോഷമായി. അപ്പൊ ഞാനത് പറഞ്ഞു കൊടുത്ത്, അതിലുള്ള എന്താണ്, ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞത് ഏതൊക്കെ കിതാബിലുള്ളതാണ്, നീ ഇതിന്റെ ഉള്ളിലുള്ളതിന്റെ ഉള്ളിലും ഞാൻ പറഞ്ഞ തന്നെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരന് സന്തോഷമായി. ഇങ്ങനെയല്ലോ ക്ലാസ് പോകേണ്ടത്, അല്ല ഞാൻ എന്താണ്ട് പറഞ്ഞാലും നിങ്ങൾ എസ് മൂളി കേൾക്കലല്ല വേണ്ടത്. എന്നാൽ ഇബ്നു മാജാ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച 4019 നമ്പർ ഹദീസിൽ കാണാം, ലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ മത്റ മിനസ് സമാ ലൗലൽ ബഹായിമു ലം യുംതറു നബിയുനാ റസൂലുള്ളാഹി. അവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത സമ്പത്തിൽ നിന്ന് വിഹിതമനുസരിച്ചുകൊണ്ട് അവകാശികൾക്ക് സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ ആകാശത്തിൽ നിന്ന് അവർക്കുള്ള മത്തറ്, മഴ അല്ലാഹു തആല ബ്ലോക്ക് ചെയ്യും. മുഹമ്മദ് മുസ്തഫ.
കാരണം സക്കാത്ത് കൊടുക്കാത്തതാണ്. ഈ സാസിൽ സക്കാത്തൊക്കെ കണക്കിന് കൊടുക്കുന്ന മുതലാളിമാരെ എനിക്കറിയട്ടോ. ഞങ്ങൾ ആരും വെച്ചുകൊണ്ട് വെടിവെക്കില്ല. ഇനി കൊടുക്കാത്തൊരു സാസിലുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ നിങ്ങളെ കുറിച്ചാണ് എനിക്ക് പേടിയില്ല. കൊടുത്ത ആളുകൾ സസിലുണ്ട്, എനിക്കറിയുന്നവരെന്നെ. കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മഴ ഇല്ലായിരിക്കാൻ കാരണം ഈ കൊടുക്കാത്ത ഞാനും നീയുമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്താണ്. 4019 നമ്പർ ഹദീസാണ്. ഇതിനൊക്കെ നമ്പർ പറയുന്ന ഈ ആദ്യ വിഷയങ്ങൾക്ക് നമ്പർ വരലുണ്ട്, നോക്കിയാൽ കിട്ടും. അതുകൊണ്ടാ മൂലര് മൂപ്പരോ ആകായിട്ടൊന്നും കാച്ചിട്ടില്ല, അത് പറയാൻ വേണ്ടിയിട്ടാ. ലം യംനഉ സകാത അംവാലിഹിം മുനിഉൽ മാഅ മിനസ് സമാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഇന്ന് രാവിലെ ഒന്ന് ചെറുതായിട്ട് ചീറ്റിയല്ലോ മഴ, അതിനെ കുറിച്ച് റസൂലുള്ളാഹിന്റെ വാക്കുണ്ട്. ലൗലൽ ബഹാഇം, എന്നാലും ഇടക്കിടക്ക് മഴ കിട്ടുന്നത് മൃഗങ്ങളുള്ളത് കൊണ്ടാണ്. മൃഗങ്ങളും കൂടി റോഡിലില്ലായിരുന്നെങ്കിൽ, നാട്ടിലില്ലായിരുന്നെങ്കിൽ, കാട്ടിലില്ലായിരുന്നെങ്കിൽ ഞാൻ തീരെ മഴ കൊടുക്കുമായിരുന്നില്ല. ആകാശത്തിന്റെ മഴയങ്ങ് ബന്ദ് ചെയ്യുന്നതായിരുന്നേ. മൃഗങ്ങൾ ഉണ്ടായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ മഴ കൊടുക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ സന്ദേശമായി ഹബീബരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞ ഹദീസിനെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, ദുആക്ക് വേണ്ടി ആഹ്വാനം വായിക്കുമ്പോ, മഴയില്ലാത്തത് കൊണ്ട് ഭൂമിയെല്ലാം വറ്റിവരണ്ട്, കിണറുകളെല്ലാം വറ്റിവരണ്ട്, പുഴകളെല്ലാം വറ്റിവരണ്ട്. കുടിവെള്ളത്തിന് വേണ്ടി ധനാഢ്യർ പോലും കിലോമീറ്ററുകളോളം പാലക്കാട് ജില്ലയിൽ കുടമെടുത്തുകൊണ്ട് ഓടുകയാ. ഞാൻ മിനിഞ്ഞാന്ന് നേരെ കണ്ടതാ. ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്തിട്ട് കാര്യമില്ല, ദുആ പ്രാസഭാഷയിൽ ആക്കിയിട്ടും കാര്യമില്ല, ഘോരമായ ദുആ കൊണ്ട് ഒച്ച വെച്ചിട്ടും കാര്യമില്ല. നാട്ടിലെങ്ങാനും കൃത്യമായി പടച്ചവൻ നൽകിയ ഔദാര്യ സമ്പത്തിൽ നിശ്ചിത വിധം അവകാശികൾക്ക് കൊടുക്കുന്ന ധനാഢ്യർ കുറഞ്ഞു പോയാൽ, കോടികൾ കെട്ടിക്കിടന്നാൽ, സക്കാത്ത് മുടക്കം വന്നാൽ അല്ലാഹു മഴ വിലക്കുമേ. നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ആദ്യം എനിക്ക് പറയാനുള്ളത്, മഴക്കാരും തടസ്സം ഉണ്ടാക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സക്കാത്ത് എല്ലാരും കൊടുക്കണം, എനിക്കാരും കൊടുത്തിട്ട് ചെയ്യരുത്. അങ്ങനെ ഉണ്ടാവില്ല. അത് മൂപ്പർക്ക് എന്തോ തടയാൻ വേണ്ടിയിട്ട് ഒരു ഇബ്നു മാജനെ കൊടുത്തുകൊണ്ട് ഹദീസ് ഒപ്പിച്ചാണ്, എനിക്കാരും തരണ്ട എന്നാ പോരെ. പിന്നെ നിങ്ങളാരും കൊടുക്കാത്തവരാന്ന ധാരണ എനിക്കില്ല. എനിക്ക് സസിലെന്നറിയാം, കണക്കിന് സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. നമ്മളെ നാട്ടിലും പുറം നാട്ടിലൊക്കെ കൊടുക്കണ വലിയ വലിയ മുതലാളിമാർ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഏതെങ്കിലും ആളുകൾ കൊടുക്കാത്തവരുണ്ടെങ്കിൽ അവർ കൊടുത്തേ തീരൂ. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിന് മൊത്തമാണ്. കാരണം ലം യുംതറു, മഴ കിട്ടൂല. മുഹമ്മദ് മുസ്തഫ. ഇനി എന്താണ്? ഇനി ഞാൻ എന്നോടും നിങ്ങളോടും എന്റെയും നിങ്ങളുടെയും മറ്റൊരു കുഴപ്പം പറയുകയാണ്. പടച്ചവൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആലസ്യം കാണിച്ചാൽ, നോമ്പിന്റെ വിഷയത്തിൽ പിറകോട്ടടിച്ചാൽ, സെക്സ് നൃത്തമാടിയാൽ, ഇന്ന് ഓൺലൈനിൽ വ്യഭിചാരം നടക്കുന്ന കാലമാണ്. ഒക്കെ ഓൺലൈനിലാണ്. സലാത്തും ഓൺലൈനിലാണ്, മധുവും ഓൺലൈനിലാണ്, ദ്വായം ഓൺലൈനിലാണ്, തീറ്റ മാത്രമേ ഓൺലൈനിലാണ്. എന്നാ പിന്നെ നമ്മൾ കഴിച്ചില്ലായിരുന്നു. അതും കൂടിയാണ് യന്ത്രത്തിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിടന്നുറങ്ങാമല്ലോ. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അങ്ങനെയാണ്. സ്വലാത്തിലാണ് ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും. ഞാൻ എതിരൊന്നുമില്ല, അതിനൊരാളെ അതവില് ചെയ്യുകയാണെങ്കിൽ ഞാൻ എതിരല്ല. പക്ഷെ വിഷയമുണ്ട്. എന്താ അറിയോ? അതിരാവിലെ എണീറ്റിട്ട് ഭർത്താവ് പറയുന്നുണ്ട് ഭാര്യനോടൊക്കെ, എനിക്ക് കുറച്ച് ചുടുവെള്ളം വേണം. അപ്പൊ അവള് കയ്യിൽ തസ്ബീന്റെ മാല പിടിച്ചിട്ട് ആ ഫ്ലാസ്ക് എടുത്ത് കുടിച്ചോളെ, ഞാൻ ഓൺലൈൻ സലാത്തിലാണ്. ഓള് ഓൺലൈൻ സലാത്തില്, ഇപ്പം ഫ്ലാസ്കിന്റെ അടുത്തു. അപ്പൊ സുബീക്ക് പറഞ്ഞു, എനിക്ക് ചുടുവെള്ളം മാത്രം പോരാ, എനിക്ക് ചായ വേണം. അതിന് നിങ്ങൾ ചായപ്പൊടിയൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഓൺലൈൻ സലാത്തിലാണ്, മൂലേര് മുമ്പിലുണ്ട്. ഇതിനാണ് ചൂടുള്ള ഇസ്തിരിപ്പെട്ട് നടുമ്പുറത്ത് വെച്ചു കൊടുക്കാൻ. ഞമ്മക്ക് തോന്നുന്ന പിരാന്തൊക്കെയാണ് കാട്ടുന്നിട്ട് അതിന് ഇഷ്കിന്ന് പേരിടുക. ഇതാപ്പത്തെ പണി. ഞമ്മക്കിങ്ങനെ ഓരോ ആളുകൾക്ക് തോന്നുന്ന പിരാന്തൊക്കെ കൂടിയാണ് കാട്ടുക, എന്നിട്ട് മദീനത്തേക്ക് ജാമാക്കുക. ആരാടോ നിന്നെ ദീന് പഠിപ്പിച്ചത്? അതബ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഓൺലൈൻ. നാളെ ആഖിറത്തിൽ ഉണ്ടാവും. അല്ലേ മദീനത്തെത്തൂല, ഏതോ പെണ്ണിന്റെ അടുത്ത് എത്തുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.
അതുകൊണ്ട് വളരെ ഗൗരവമാണ്. ഓൺലൈനിൽ വ്യഭിചാരം നടക്കുന്ന കാലമാണ്, ഓൺലൈൻ ലഹരി നൃത്തമാടുന്ന കാലമാണ്, വീട്ടിലിരുന്നു കൊണ്ട് എല്ലാം ഒപ്പിക്കാൻ പറ്റുന്ന കാലമാണ്. ഇങ്ങനെയുള്ള കാലം വന്നാൽ മനഅനല്ലാഹുൽ മതറ, പടച്ചവൻ നമുക്ക് മഴ തടയുന്നതാണ്. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് മുത്തു മുസ്തഫാന്റെ മരുന്നാണ്. അത് ഇസ്തിഗ്ഫാറിലേക്കുള്ള കുതിച്ചു പോക്കാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. ഇസ്തിഗ്ഫാർ മട്ടത്തിൽ ചെയ്താൽ മഴ ഞാൻ തരാന്ന് അള്ളാഹു പറഞ്ഞതായി ഖുർആൻ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ദ്വാരക്ക അല്ലേ, റെഡിയല്ലേ? ഒരുപാട് പറയാണ്ട്. ഞാൻ എന്നെ ഖുത്ബയിൽ ഉദ്ധരിച്ച ആയത്തോ ഹദീസുകളൊന്നും അതിന്റെ ഒരു മൂന്നിലൊന്നും ഞാൻ ഇപ്പൊ പ്രസംഗത്തിൽ എടുത്തിട്ടില്ല. കാരണം എന്താ, നല്ല ചൂട്, നല്ല തിരക്ക്. എന്നാലെങ്കിലും ഇവിടെ ആളുകൾ അങ്ങനാണ്ട് എണീറ്റ് പോലില്ല. കുറെ ആളുകൾ പ്രസംഗം കേൾക്കാനായിട്ട് വരുന്നവരും ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ദീർഘമായിട്ട് നമ്മൾ ദ്വാരക്കൂല. ചെറിയ ദ്വാര മതി. വെള്ളം ആകാശത്ത് പൊടിയണോ, ഇന്ന് നമ്മളെ വെള്ളം കണ്ട് പൊടിഞ്ഞാൽ മതി. ഇത് പറ്റിയതാണ് കിണർ വറ്റാൻ കാരണം, വേറൊന്നുമല്ല. കിണർ വറ്റാൻ കാരണേ നിങ്ങൾ ഏത് ഭൂമിശാസ്ത്ര വിദഗ്ധരെ കൊടുത്തിട്ടും കാര്യമില്ല. ഇവിടെ പറ്റിയതാണ്. ഇവിടെ പറ്റിയാൽ അവിടെ പറ്റും. രാത്രി നീക്കുക, അള്ളാന്ന് വിളിച്ച് കാര്യ, നാളെ മഴയും. ഒരു അംശം വേണ്ട. രാത്രി നീക്കുക, അള്ളാന്ന് വിളിച്ച് കാര്യ, ഞാൻ ഗ്യാരണ്ടി തരാം, നാളെ മഴ പെയ്യും. അതിനാരാ രാത്രി നീക്കണം? ഒന്ന് സുബൈക്ക് നീച്ചിട്ടണ്ട, എന്നിട്ടല്ല രാത്രി സുബൈന്റെ മുമ്പ് നീക്കല്ലേ. നമുക്ക് സമയമില്ലല്ലോ. ഇത് എണ്ണിനിടയില് ദുനിയാവുണ്ടാക്കണ ഓട്ടപ്പാച്ചിന്റെ ഇടയിൽ കുമ്പിടാൻ സമയമില്ലല്ലോ. അള്ളാഹു നമ്മളൊക്കെ സലാമത്താക്കി തട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, കണ്ണിന്റെ കുഴിയിൽ വെള്ളം പറ്റിയാൽ കിണറിലും വെള്ളം പറ്റുന്നതാണ്. ഹൃദയത്തിന്റെ പൊടിയും തൂവലും പോയാൽ ഹൃദയത്തിൽ നിന്ന് പടച്ചവനെ പേടിച്ചുകൊണ്ട് ഒരു ഇടിനാദം മുഴങ്ങാനുണ്ട്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്റല്ലാഹു വജലത് ഖുലൂബുഹും. ആ വജലങ്ങ് ഇടിനാദമായി ഹൃദയത്തിൽ മുഴങ്ങിയാൽ അന്തരീക്ഷത്തിൽ ഇടിപൊട്ടുന്നതാണ്, മഴ പെയ്യുന്നതാണ്. ആ ഇടിനാദമല്ലേ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൽബിൽ പൊട്ടിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ വന്നിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരായത്തങ്ങ് ശ്രദ്ധയിൽ പെടുകയാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഈ ആയത്ത് കണ്ടപാടെ ഉമർ കൊച്ചുകുട്ടിയെ പോലെ തേങ്ങി തേങ്ങി കരയുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ മുമ്പിൽ വിതുമ്പിക്കരയുകയാണ്. നിയന്ത്രണം വിട്ട് കൊച്ചുകുട്ടിയെ പോലെ എങ്ങളടിച്ച് കരയുന്ന അമീറുൽ മുഅ്മിനീൻ കുറച്ചു കഴിഞ്ഞപ്പോൾ നിസ്കാര സ്ഥലത്ത് മസ്ജിദുൻ നബവിയിൽ ബോധം കെട്ട് വീഴുകയാ. ആളുകൾ താങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാ. കാരണം ക്ലൈമറ്റ് അങ്ങ് ചൂടായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇന്ന് 15 കോടി മൈൽസുകൾക്കപ്പുറം അല്ല, 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള 12 കോടി മൈൽസുകൾക്കപ്പുറമുള്ള സൂര്യനെ മനുഷ്യന്റെ തലയോട്ടിയോടൊരു സുറുമാ കൊള്ളിയുടെ അകലത്തിൽ സർവശക്തനായ പടച്ചവൻ മഹ്ശറിൽ അടുപ്പിച്ച് നിർത്തുന്ന സമയത്ത് ചെമ്പുലോഹം കൊണ്ടുള്ള ഭൂമിയാൽ നിർമ്മിതമായ മഹ്ശറിൽ ഉടുതുണിയില്ലാതെ നഗ്നരായിട്ട് രോമമില്ല, വിരിയമില്ല, ഒമയില്ല, തലയുടെ നിർത്തലയിലാണ് കണ്ണുള്ളത്. ഇതാരുടെയെങ്കിലും പൊടിപ്പും തുവലും വെച്ച സാങ്കല്പികമായ സാഹിത്യമല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൗലാണ്. ഇന്ന് 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള സൂര്യനിൽ നിന്ന് ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കുന്ന പ്രകാശോർജ്ജനത്തിന്റെ ചെറിയ ചെറിയ പിണ്ഡങ്ങളാ
പൊന്നുമോനെ നമ്മെ ചൂടാക്കുന്നതെങ്കിലടാ ഈ സൂര്യനെ മനുഷ്യന്റെ തലയോട്ടിയോടൊരു സുറമാ കൊള്ളിയുടെ അകലത്തില് റബ്ബങ്ങ് അടുപ്പിക്കുന്ന സമയത്ത് അല്ലാ യാസീരിന്റെ ആയത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കടുകട്ടിയുള്ള ഹൃദയത്തിന്റെ ഉടമയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പള്ളിയിൽ ബോധം കെട്ട് വീഴുകയാണ്. ഈ സമയത്ത് ആ ചൂടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതിനാണ് അള്ള ചൂടാക്കുന്നത്, വേറെ ഒന്നിനുമല്ല. ഈ ചൂട് ഇങ്ങനെ ഉണ്ടാകുമ്പോ ആ ചൂട് ഇങ്ങനെ ഓർക്കണം. അപ്പൊ ആ ചൂടിന്ന് ഈ ചൂട് നമ്മളെ രക്ഷപ്പെടുത്തും. അങ്ങനെയെങ്കിലും ഒരു കാര്യത്തിനുണ്ടാവും, അതിനു വേണ്ടിയിട്ടാണ് ചൂടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ചൂട് എന്ന് പറഞ്ഞിട്ട് ചൂടിന് ആരും കുറ്റം പറയാൻ പോണ്ട. ചൂട് നമ്മളൊന്നും കാട്ടിയിട്ടില്ല, ഒന്നും കാട്ടൂല. ഈ ചൂട് ഇങ്ങനെ എന്തിച്ചിട്ടൊന്ന് കരഞ്ഞാൽ അർശിന്റെ തണല് ആ ചൂടിൽ കിട്ടും. ഇപ്പൊ കണ്ടോ, അവിടെ ഇരിക്കുന്ന ആളുകളും ഇവിടെ ഇരിക്കുന്ന ആളുകളും രണ്ട് കൊലത്തിലല്ലേ ഇരിക്കണ. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പൊ ഈ തണുപ്പുണ്ടോ? എന്തെങ്കിലൊന്നും മിണ്ടാത്ത ദേഷ്യം പിടിച്ചോ? ഞാൻ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് തരണ്ടാന്ന് പറഞ്ഞില്ല. എന്തെങ്കിലും മിണ്ടാത്ത ദേഷ്യം പിടിച്ചോ? നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെയാണ്, പക്ഷെ നമ്മളിപ്പോ അർശിന്റെ തണല്ല. ഓല് മോശപ്പെട്ടോണ്ടല്ല, സ്ഥലം കിട്ടാത്തതുകൊണ്ട് അതങ്ങോട്ട് മാശരീക്കും സങ്കല്പിച്ചാൽ മതി. ഒരേ സ്ഥലമാണ്. ചിലവർക്ക് തണുപ്പിട്ടും ഞാൻ തലാട്ടുമ്പോൾ നിങ്ങൾ ഒറ്റല്ലോ. ചിലവർക്ക് തണുപ്പിട്ടും ചിലവർ ചൂടിലായിരിക്കും. അത് ഇവിടെ തന്നെ മനസ്സിലായ പിന്നെ നമുക്ക് അവിടുന്ന് വേഗം മനസ്സിലായിക്കൂടെ. അപ്പൊ അവിടെ അള്ളാഹു തആല ഒരു AC സംവിധാനം വെച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് AC ഒന്നും വേണ്ട, അള്ളാന്റെ ഒറ്റ AC മതി, എല്ലാവർക്കും തണുപ്പിട്ടും. നിങ്ങള് അള്ളാന്റെ ഒരു ബൾബ് കിഴക്ക് കത്തിയാൽ സൂര്യൻ, പിന്നെ നമ്മളെ ബൾബൊക്കെ ഓഫാക്കുക. അതങ്ങോട്ട് കെട്ടാൽ എത്ര കത്തിച്ചിട്ടും ലൈറ്റ് ഇട്ടില്ല, പവർ കട്ടുകൊണ്ട് കുടുങ്ങും ചെയ്യാം. അള്ളാന്റെ ലൈറ്റ് അങ്ങോട്ട് വന്നാൽ നമുക്ക് ഭൂമി ലൈറ്റ് വേണ്ട. അള്ളാന്റെ പണിയൊക്കെ അങ്ങനെ ഒരു AC ആണ്ട് ഓണാക്കും, അതിലെല്ലാരും കൊണ്ട് തണുക്കും. ആ തണുപ്പ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ദിക്ർ 10 ഇസ്തിഗ്ഫാർ, അത് 1,00,000 സ്ഥാനത്താവണം. അതെങ്ങനെയാകാം? എണ്ണം പിടിച്ചാലാവൂല. അതന്നെ അതതിനേക്കാൾ വലുത് അദബാണ്. അതത് കൂടി അദബ് കുറഞ്ഞു, അതാണ് വിഷയം. അപ്പൊ അതത് 10 ആയിക്കോട്ടെ, അതബോണ്ട് അതൊരു 1,00,000 ആക്കണം. മനസ്സറിഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ വഴികേടുകളൊക്കെ ഹൃദയത്തിൽ കൊടുന്ന് ഒരു 10 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് അതിൽ ചെറിയ ഒരു കുറഞ്ഞ സ്വലാത്തും ചൊല്ലിയിട്ട് ചെറിയ ദുആ ഇൻഷാ അല്ലാഹ് 10 വട്ടം മനസ്സറിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم
الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم ويستسقى الغمام بوجهه الكريم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ കരുണക്കടലായ റഹ്മാനായ റഹീമായ തവ്വാബായ ഫത്താഹായ വഹ്ഹാബായ അലീമായ ഹലീമായ സമീആയ ബസീറായ ഹകീമായ വദൂദായ റബ്ബുൽ ആലമീനെ, പാവങ്ങളാ, പാപികളാ, രോഗികളാ, ദോഷികളാ, ബലഹീനരാ, ആഖിറസമാനിൽ വിവരം കുറഞ്ഞവരാ, ദോഷം വരുത്തവരാ, പൂർണ്ണമായി മനസ്സറിഞ്ഞ് സമ്മതിക്കുകയാ. നീ ഗഫാറാണ്, തവ്വാബാണ്, ഫത്താഹാണ്, ദോഷം പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനാ, യാചനക്ക് കാത്തിരിക്കുന്നവനാ, ഒരു വിഷയം ഒരുപാട് തവണ ആവർത്തിച്ചാൽ മടുപ്പില്ലാത്തവനാ, ഇഷ്ടമുള്ളവനാ. പാവങ്ങളായ അടിയങ്ങൾ നട്ടുച്ചക്ക് പൊരിഞ്ഞ വെയിലത്ത് പ്രയാസപ്പെടുമ്പോ തൊണ്ട വരണ്ടു പോകുന്ന വേലിനിന്റെ കാടിന്റെ ചൂടിന്റെ ഇടയിൽ കൈയുയർത്തിയിട്ട് പടച്ചവന് നിന്നോട് പ്രഥമമായും പ്രധാനമായും എളിമയോടെ നെഞ്ചുപൊട്ടി കെഞ്ചുന്നത് ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധിയാക്കണേ അല്ലാ. ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, സൂജിബ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്ത്, ഖവാത്തിർ, വസ്വാസുകളാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഹൃദയങ്ങളെ ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളെ സയ്യിആത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ സയ്യിആത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ സയ്യിആത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന നീ ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ നാരകീയ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഖബറിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മഹ്ശറിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഞങ്ങളുടെ ഇന്നത്തെ ദുനിയാവിന്റെ തീച്ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. കിണറുകളൊക്കെ വറ്റുകയാണ് അല്ലാ. പുഴകളൊക്കെ വറ്റുകയാണ് അല്ലാ. കുട്ടികളിൽ പലരും വെള്ളം കിട്ടാതെ മരിക്കുകയാണ് അല്ലാ. പ്രായമുള്ള രോഗികൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുകയാണ് അല്ലാ. ഞങ്ങൾക്ക് ഖൈറായ വെള്ളം ഇറക്കി തരണേ അല്ലാ. കാർമേഘം അനുകൂലമാക്കി തരണേ അല്ലാ. ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. വെള്ളമില്ലാതെ ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ല അല്ലാ.
ഒരു മനുഷ്യരെയും ഒരു മൃഗത്തെയും ഒരു പക്ഷിയെയും കഷ്ടപ്പെടുത്തല്ല അല്ലാ. ഞങ്ങൾക്ക് നീ സമൃദ്ധമായ ഹൈറായ മഴയെ തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഒരുപാട് കട്ടപ്പാടില, പ്രതിസന്ധിയുടെ തീച്ചൂളയില, ആകാശത്തിൽ നിന്ന് റഹ്മത്ത് കിട്ടാത്ത അവസ്ഥയില, ഭൂമിയിൽ നിന്ന് ഹൈറുകൾ കുറഞ്ഞ അവസ്ഥയില, ബിസിനസ്സുകൾ പലതും തകർന്ന അവസ്ഥയില, കടൽ സമ്പത്താകുന്ന മത്സ്യത്തിന് പോലും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാന്ന് പലരും പറയുകയാ. ഭരണാധികാരികൾ ഞങ്ങൾക്കെതിരെ പച്ചക്ക് വർഗീയത തീത്തുപ്പും പോലെ നാണമില്ലാതെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പോലും വാവിളിച്ച് പറയുന്ന കാലമാ. അപ്പോൾ ഞങ്ങൾ തൗബാ ചെയ്ത് നിന്നിലേക്ക് അടുക്കേണ്ടതിന് പകരം ഞങ്ങൾ പിശാചിന്റെ തോഴന്മാരായി മാറുകയാണ് അല്ലാ. നീ ഒന്ന് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, നിന്നോടുള്ള പേടി കൊണ്ട് ഹൃദയത്തെ ശക്തിപ്പെടുത്തണേ അല്ലാ. തഖ്വ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഇഖ്ലാസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഇഹ്സാൻ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. മാരിഫത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. മഹബത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ശരീരങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിന് ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ചിന്തകൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ. ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമയങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സംസാരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സമീപനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സേവനത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ദഅവത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ദഅവത്തിനുള്ള ആരോഗ്യം നൽകണേ അല്ലാ. ആയുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആളുകളെ നൽകണേ അല്ലാ. ശേഷി ഭാഷ നൽകണേ അല്ലാ. ശാസ്ത്രീയ സംവിധാനങ്ങൾ നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഹബീബിന്റെ മുദ്ദാഹിൽ പെടുത്തണേ അല്ലാ. മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ അല്ലാ. മുത്തബീങ്ങളിൽ പെടുത്തണേ അല്ലാ. നിന്റെ ആബിദീങ്ങളിൽ പെടുത്തണേ അല്ലാ. പരീക്ഷണത്തിലും ക്ഷമ കൊണ്ട് വിജയിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. അസഹ്യമായ പരീക്ഷണ പരാജയങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ മഴ തരണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് പാവങ്ങളായ അടിയങ്ങളെ പൊതിയണേ അല്ലാ. ഞങ്ങൾക്കൊരു കഴിവുമില്ല അല്ലാ. വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅ, ഞങ്ങൾ ബലഹീനരാണ് അല്ലാ. ഓക്സിജനും ഹൈഡ്രജനും കൂടിയാൽ വെള്ളമാകും എന്നേ ശാസ്ത്രജ്ഞന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ അത് രണ്ടും കൂട്ടിയിട്ട് ഒരു അംശം പോലും, ഒരു തുള്ളി പോലും വെള്ളമുണ്ടാക്കാൻ ഒരു യൂറോപ്പിനും കഴിഞ്ഞിട്ടില്ല അല്ലാ. അത് നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ അല്ലാ. ഞങ്ങൾക്ക് വെള്ളം തരണേ അല്ലാ. ഞങ്ങൾക്ക് വെള്ളം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ആരുമില്ലാത്ത ഖബറുകളിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട്. അല്ലാഹുവേ, നീ ഖബർ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. ഈ തീച്ചൂട് സമയത്ത് AC ഉണ്ട്, ഫാനുണ്ട്, തുറസാക്കപ്പെട്ട സ്ഥലമുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് നിപ്പില്ല, കിടപ്പില്ല, ഉറക്കില്ല. അപ്പോൾ ഞങ്ങൾ ഖബറുകളിൽ കൊണ്ടുപോയി കിടത്തിയ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? അവിടെ നീ സ്വർഗീയ ലോകത്തെ തണുപ്പ് കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ആ ഖബറുകളിൽ ഞങ്ങളെ സ്നേഹിച്ചിരുന്ന പലരുമുണ്ട്. കൂടെ പഠിച്ചവരുണ്ട്, പഠിപ്പിച്ചവരുണ്ട്, ഞങ്ങളിൽ നിന്ന് പഠിച്ചവരുണ്ട്. പഠിക്കുമ്പോൾ സേവിച്ചവർ, സ്നേഹിച്ചവർ, പ്രേരിപ്പിച്ചവർ, സന്തോഷിപ്പിച്ചവർ, കൂടെ നിന്നവർ, താങ്ങും തണലുമായവർ പലരും ഖബറില. അവർക്കൊക്കെ ഖബറ് നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ ഷഫീഖിന്റെ ഉമ്മ ഖബറിൽ മിഞ്ഞാന്ന് പോയിരിക്കുകയാ. പങ്കെടുക്കാൻ പറ്റിയില്ല. വിളിച്ചു കരഞ്ഞ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആ പൊന്നുമോന്റെ ഉമ്മയ്ക്ക് നീ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ.
അല്ലാഹുവേ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഈ ആഴ്ചയിൽ തന്നെ 3-4 മയ്യിത്തുകളാ ഈ അകപ്പള്ളിയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. ഇന്നും ഒരാൾ മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ യാത്ര സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ, ഖബർ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ, പോകുന്ന സ്ഥലം സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. സദസ്സിൽ ആലിമീങ്ങളുണ്ട്, ബർക്കത്ത് ചെയ്യണേ അല്ലാ. മുതഅല്ലിമീങ്ങളുണ്ട്, ഗ്രാഹ്യശേഷി നൽകണേ അല്ലാ. കച്ചവടക്കാരുണ്ട്, ബർക്കത്ത് നൽകണേ അല്ലാ. യാത്രക്കാരുണ്ട്, സുരക്ഷിതത്വം നൽകണേ അല്ലാ. ഉദ്യോഗസ്ഥന്മാരുണ്ട്, മികവ് നൽകണേ അല്ലാ. ഞങ്ങളെല്ലാം നീ ഹബീബിന്റെ ഫിർദൗസിൽ അലയിൽ അവിടുത്തെ ജിവാറിലായി നിന്റെ ഫിർദൗസിൽ ചേർക്കണേ അല്ലാ. ഹബീബിനെ കാണിച്ചു തരണേ അല്ലാ. അവിടുത്തെ മദ്ഹിന്റെ ആശ തീർന്നിട്ടില്ല, ആഗ്രഹം പൂർത്തിയായിട്ടില്ല, ആയുസ് തരണേ അല്ലാ. പറഞ്ഞ് പറഞ്ഞ് പറന്ന് പറന്ന് അവസാനം മദീനയിൽ ഒരിടം നൽകണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا وأعداءك وأعداء الدين. اللهم دمرهم يا قهار وأهلكهم يا جبار وانصر المسلمين في جميع البلاد خاصة في فلسطين وفي بلدتنا هذه يا رب العالمين. يا رحمن يا كريم يا الله، يا رؤوف يا جبار يا منتقم يا الله، يا ملك يا قدوس يا سلام يا مؤمن يا الله، يا مهيمن يا جبار يا قدوس يا وهاب يا رحمن يا الله. بمحض فضلك بحق حبيبك بحق قول لا إله إلا الله الملك القدوس السلام المؤمن المهيمن المتكبر الجبار القهار المتكبر. يا سلام يا سلام يا سلام يا الله بحق يا حي يا قيوم وبحق لا حول ولا قوة إلا بالله العلي العظيم وبحق سلام قولا من رب رحيم 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 سلام قولا من رب رحيم.